ഓണക്കാലമായാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പൂവുകൾക്കാണ്. തമിഴ്നാട്ടിലും മറ്റും എത്തിയാണ് ഇപ്പോൾ മലയാളികൾ അത്തപ്പൂക്കളം ഒരുക്കാൻ പൂക്കൾ വാങ്ങുന്നത്. എന്നാൽ അത്തം മുതൽ 10 ദിവസവും പൂക്കളം ഒരുക്കാൻ സ്വന്തമായി പൂക്കൾ കൃഷി ചെയ്ത ഇപ്പോൾ നിറഞ്ഞു പൂത്തു നിൽക്കുന്നവരിടമുണ്ട്. പനംകുട്ടി സെന്റ് ജോസഫ് പള്ളിമുറ്റത്താണ് ആ മനോഹര കാഴ്ച. ഓണക്കാലമായാൽ പൂക്കളുടെ വില വിപണിയിൽ കുതിച്ചുയരും. അതുകൊണ്ട് തന്നെ പൂക്കളം തീർക്കണമെങ്കിൽ ഇന്ന് വൻ തുക മുടക്കേണ്ട സാഹചര്യമാണ്. ഇത് മറികടക്കാനാണ് പനംകുട്ടി സെന്റ് ജോസഫ് പള്ളിയിലെ ഭക്തസംഘടനകളായ മിഷൻ ലീഗ്, KCYM, മാതൃവേദി, തിരുവാലി സഖ്യം എന്നിവയുടെ നേതൃത്വത്തിൽ പള്ളിമുറ്റത്തെ മറ്റു ചെടികൾക്കൊപ്പം ഇത്തവണ ചെണ്ടുമല്ലിയും നട്ടുപരിപാലിച്ചത്. ഒന്നും രണ്ടുമല്ല, 250 ചെടിച്ചട്ടികളിലാണ് മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ പൂത്തുവിടർന്ന് നിൽക്കുന്നത്. ആത്മീയതയുടെ ഉണർവ് തേടിയെത്തുന്നവർക്ക് മനസ്സിന് കുളിര് പകരുന്ന കാഴ്ച കൂടിയാണ് പൂത്തു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലികൾ. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് പള്ളി വികാരി ഫാദർ ജോസ് പൗവത്തിലിന്റെ നേതൃത്വത്തിൽ ഭക്തസംഘടനകളുടെ സഹകരണത്തോടെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. നഴ്സറിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ തൈകളാണ് നട്ടുപരിപാലിച്ചത്. ഓണത്തിന് മാത്രമല്ല, 8 നോമ്പ് തിരുനാളിന് പള്ളി അലങ്കരിക്കുവാനും ഈ പൂക്കൾ ധാരാളമാണ്. ഇടവകയിലെ ഭക്തസംഘടനകളായ KCYM, മിഷൻ ലീഗ്, തിരുവാലി സഖ്യം, മാതൃവേദി അതിൽ അംഗങ്ങൾ ചേർന്ന് സംയുക്തമായിട്ട് നടത്തിയ ഒരു പൂക്കൃഷിയാണ് ഈ കാണുന്നത്. ഓണവും 8 നോമ്പൊക്കെ ഒരുമിച്ച് വരുമ്പോൾ പള്ളി അലങ്കരിക്കുവാനും അതുപോലെ അത്തപ്പൂ ഇടാനൊക്കെ ആയിട്ട് പൂക്കൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രകാരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളാണ് നമുക്കിവിടെ തയ്യാറായിട്ടുള്ളത്. പച്ചക്കറി മുതൽ പൂക്കൾക്ക് വരെ നമ്മൾ തമിഴ്നാടിനെ ആശ്രയിക്കുമ്പോൾ മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണത്തിനിടുന്ന അത്തപ്പൂക്കളത്തിലെങ്കിലും കൂട്ടായ്മയിലൂടെ സ്വയം പര്യാപ്തതയിൽ എത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പള്ളിമുറ്റത്ത് പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ. സിറ്റി വിഷൻ, അടിമാലി.